ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. ഇന്നലെയൊക്കെ മഴയും ചെറിയ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. വൃശ്ചികം തുടങ്ങിയിട്ടും മഴയാണ്. അപ്പം ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും രാവിലെ നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് കടലക്കറിയും ദോശയാണ്. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് കടലയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളക്കടലയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെച്ചിട്ട് വേറെ ഒരു ചട്ടി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ഉള്ളിയും കിഴങ്ങ്, അതായത് ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ നമ്മുടെ കടലയുടെ കൂടെ ഇട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതുപോലെ ചെയ്യണം. അപ്പോൾ 2 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ ചെറിയ സവോള ആയതുകൊണ്ടാട്ടോ ഇതിലൊട്ടും ഇല്ലാതിരുന്നത്. അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം സവോളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചുമന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആ ഉള്ളി മൂപ്പിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പൊടികളും കൂടെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കടലയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കടല ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടല വെള്ളം തീരെ അങ്ങ് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഈ കടലയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പൊടികളൊക്കെ ആയിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും ഞാൻ കടലയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇടുവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. അതിൽ കഷ്ണമാക്കി ഇട്ട് കൊടുക്കുന്ന ഒന്ന് വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ കടല ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല കുറുകി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുക. അപ്പോഴത്തേക്കും മുളക് പൊടി കുറച്ചിടുക. ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാം. ഞാൻ ആ കണ്ട റെസിപ്പിയിൽ അതൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ ഞാൻ ഉപ്പും സോഡയൊക്കെ ഇട്ട് കലക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല മഞ്ഞ് പോലെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണം, കൊച്ചിന് കൊടുക്കണം. സ്കൂളിൽ പോകാൻ ടൈമൊക്കെ ആയി വരുമല്ലേ. അപ്പോഴത്തേക്കും രാവിലെയൊക്കെ ഞാൻ പിന്നെ കുറച്ച് ചെടിയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പുറകിലൊക്കെ ആയിരുന്നേ. ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനും അതുപോലെ മണ്ണ് കയറി കിടക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ചെടി നട്ടിട്ട് മഴയൊക്കെ ആയിട്ട് മണ്ണ് കയറി കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടിയൊക്കെ ഒന്ന് മൂട് ഉറപ്പിച്ചൊക്കെ വെക്കാനുണ്ടായിരുന്നു. നമ്മൾ കാണിച്ച ഓർക്കിഡില്ലേ, അത് ആദ്യമായിട്ട് പൂവിട്ടതാണ് കേട്ടോ. കൊണ്ടുവച്ചിട്ട് കുറേ നാളായി. അത് ആദ്യമായിട്ട് പൂവിട്ടതാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനിയും വിരിയാനായിട്ട് മുട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി കേട്ടോ. അപ്പോൾ ആദ്യം ചെടികളൊക്കെ ഒന്ന് നോക്കി മണ്ണൊക്കെ മാറ്റിയിട്ട് കൊടുക്കണമായിരുന്നു. അതുപോലെ മണ്ണ് കയറി കിടക്കുന്ന ചെടികളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നപ്പോൾ
അപ്പോഴത്തേക്കും സമയം കുറച്ച് താമസിച്ചിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ദോശ ചുട്ടെടുത്തു. നമ്മുടെ കടലക്കറി നല്ല ചൂടൊക്കെ ആറി നല്ല ഇളം ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ്. ഒരുപാട് ചൂടല്ല, ഇളം ചൂടോടുകൂടി കഴിക്കാൻ. കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തു, ബാക്കി എല്ലാവർക്കും കൊടുത്തു. കൊച്ചിനെ സ്കൂളിലും ആക്കിയിട്ട് വന്നിട്ടാണ് ഞാൻ കാപ്പി കുടിക്കാതിരുന്നത്. കണ്ടില്ലേ, നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ, ഇതുപോലെ ആയിരിക്കാൻ ചില ആളുകൾ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിന്ന് വരുന്ന വഴിക്ക് ഒരു മുളകച്ചാറ് മേടിച്ചത്. നമ്മൾ കൊണ്ടാട്ടം ഉണ്ടല്ലോ, കൊണ്ടാട്ടം മുളകിൻ്റെ അച്ചാറായിരുന്നു കേട്ടോ. തലേന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 10 രൂപയാട്ടോ ഒരു പാക്കറ്റിൻ്റെ വില. അപ്പോൾ അത് വാങ്ങിച്ചപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അതുകൊണ്ട് ഇന്നും കൂടി ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം ആ വീടിൻ്റെ പുറകു വശത്തോട്ട് പോയതാട്ടോ. അപ്പോൾ അകത്ത് ബാത്റൂം കിട്ടുന്നതുകൊണ്ട് അവിടെ അങ്ങനെ കുറേ കച്ചറ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറക്കി വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മുടെ മുല്ലയിൽ ഇനിയിപ്പോൾ ആകെ മുല്ലച്ചെടിയിൽ ഈ ഒരു തൈ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു വലിയ തൈ ആയിട്ട് ഇവിടെ ഒരു 3 എണ്ണം ഉണ്ടായിരുന്നു വലുതായിട്ട് നിന്നത് കേട്ടോ. നല്ല ഇങ്ങനെ പടർന്ന് കിടക്കുമായിരുന്നു. അത് ഇടയ്ക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാട് പോലെ കിടക്കുന്നത് കൊണ്ട് വെട്ടിയതാണ് കേട്ടോ. ഇത് അടുക്ക് മുല്ലയാണ്, ശരിക്ക് പിടിക്കും. അതായത് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ മുല്ലയുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്ക് പിടിക്കുന്ന മുല്ലയാണ്. അപ്പോൾ ഇത് വെട്ടിയത് കൊണ്ട് കുറച്ച് മുട്ടക്കേ പായിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇല കാണാതെ മുട്ട പിടിക്കുന്ന ഒരു മുല്ലയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഇതിൽ മുട്ടക്കെ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പൂവ് രാവിലെ പാത്തുക്കുട്ടി പറിച്ചിട്ടുണ്ടായിരുന്നേ. പണ്ടാണെങ്കിൽ ഇതിപ്പോൾ ഒരു അത്രയ്ക്ക് വലിയ ഒരു ഇതൊന്നുമില്ല, കൊതിയൊന്നുമില്ല. മുല്ല ഇങ്ങനെ മണത്ത് നോക്കാൻ പോലും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ പെട്ടെന്ന് തലവേദന ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ മുല്ലപ്പൂവൊന്നും അത്രയ്ക്ക് വലിയ ഇതില്ല. പക്ഷേ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഈ മുല്ല സീസണൊക്കെ ആകുമ്പോഴത്തേക്കും തൊട്ടടുത്ത വീട്ടിലോ ഇല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും വീട്ടിലോ മുല്ലയൊക്കെ ഇങ്ങനെ 1-2 എണ്ണം പൂത്ത് നിന്നാലും അതൊന്ന് കയ്യിൽ കിട്ടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എങ്ങനെ അതിൽ നിന്നൊരു മുട്ട എടുക്കാം, ഒരു 10 മുട്ട എങ്ങനെ കിട്ടും, പിറ്റേന്ന് നമുക്കിങ്ങനെ പൂ കെട്ടി വെച്ചുകൊണ്ട് പോകാൻ എന്നൊക്കെയുള്ളൊരു ആ ഒരു ടൈമിലേ ഇത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒന്നും ഇല്ല. ഇതിപ്പോൾ ഉള്ളപ്പം അതിൻ്റെ വില അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ ഏത് കാര്യമായാലും ഉള്ളതിൻ്റെ വില നമ്മൾ ഉള്ളപ്പോൾ അറിയത്തില്ല, അതില്ലാതിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ മുല്ലമൊട്ടൊക്കെ ഒന്ന് നോക്കി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. കുറച്ച് മുല്ല ഞാൻ വെട്ടി തൈയായിട്ട് മാറ്റിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ വെട്ടിക്കളഞ്ഞത് കൊണ്ടേ ഫ്രണ്ടിൽ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ മുല്ല ഉണ്ടായിരുന്നെങ്കിലും കുറേയൊക്കെ വെട്ടി നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ കാട് പോലെ, അതുപോലെ റോഡ് വൃത്തിയാക്കാൻ വരുന്ന ടൈമിലും അവരും കുറേ വെട്ടിയൊക്കെ കളഞ്ഞത് കൊണ്ട് ആ ഒരു ഭാഗത്ത് വീണ്ടും നമ്മൾ മുല്ല പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കയറി വന്നു. ചെറിയ തലവേദന ഉള്ളതുകൊണ്ട് ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ട് വേണം ഇനി ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വന്ന് നല്ലൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു കേട്ടോ. ഈ കട്ടൻ ചായ കുടിച്ചിട്ട് തലവേദന മാറും എന്നൊന്നും ചോദിച്ചാൽ അറിയത്തില്ല. അത് അങ്ങനെ കുടിച്ചെങ്കിലേ നമുക്ക് തലവേദന മാറുമെന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ കൊടുത്തു വച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കട്ടൻ ചായ ഞാനിട്ട് കുടിച്ചു. കൂട്ടത്തിൽ കുറച്ച് പക്കാവട ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെയൊക്കെ ഇരുന്ന് കുറച്ച്. പിന്നെ അതേ നമ്മുടെ ചക്കയൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. പാകത്തിന് കറി വെക്കാനൊന്നും ആയില്ല. അങ്ങനെ ഇതേ കറിയൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അയരയായിരുന്നു, അത് മുളകിട്ട് കറി വെക്കാനായിട്ട് അടുപ്പിലോട്ടാക്കി അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് മത്തി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ വറുക്കാനും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പച്ചക്കറിയായിട്ട് എന്തെങ്കിലും വെക്കാൻ നോക്കിയപ്പോൾ ഒന്നും ഇരിപ്പില്ല. കുറച്ച് ഉണങ്ങിയ അമരപ്പയർ മാത്രം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തായാലും മുറ്റിയ അമരപ്പയറാണ്, കൊള്ളത്തില്ല എടുത്താലും. അപ്പം അതൊക്കെ മാറ്റി ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് താളെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചേമ്പും താളെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കി നോക്കാം. നമ്മുടെ അമ്മക്കിളിയുടെ ചാനലിൽ കണ്ടിട്ടുള്ളൊരു മെഴുക്കുരട്ടി കേട്ടോ. നമ്മളിതിവിടെ തോരൻ വെച്ചിട്ടേ ഉള്ളൂ, മെഴുക്കുരട്ടിയൊന്നും ആക്കിയിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും മെഴുക്കുരട്ടി ആക്കി നോക്കാമെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥലമെന്ന്. കൊല്ലമാണ് കേട്ടോ. കൊല്ലം ചടയമംഗലമാണ്. കൊല്ലം എന്ന് പറഞ്ഞ് ഞാൻ മടുത്തു. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരായിരിക്കും ചോദിക്കുന്നത്. സ്ഥലം കൊല്ലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റുകയാണ്. എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പൊളിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ തോരൻ വെച്ചിട്ടല്ലേ ഉള്ളൂ. തോരൻ വെക്കാറുണ്ട്, പരിപ്പിട്ടിട്ട് കറിയായിട്ട് എടുക്കാറുണ്ട്. അതിൻ്റെ നാമ്പും ആ ചെറിയ ഇല ഉണ്ടല്ലോ, തളിരിലയും ഒക്കെ ഇട്ടിട്ട് പരിപ്പിട്ട് കറി വെക്കാറൊക്കെ ഉണ്ട്. തോരൻ വെക്കാറുണ്ട്. മെഴുക്കുരട്ടി ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പോൾ എന്തായാലും മെഴുക്കുരട്ടി നമുക്കൊന്ന് നോക്കാം, എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം.
ഇത് അധികം വലിയ തയ്യാവാത്ത വലിയ ഇതായിട്ടില്ല കേട്ടോ ചേമ്പ്. അത് നട്ടിട്ട് ഇങ്ങനെ വലിയ ഉഷാറായിട്ട് വന്ന ഒരു ചേമ്പൊന്നും അല്ല. അപ്പം ചെറിയ താളാണ്. അപ്പം അതിൻ്റെ നാമ്പ് നോക്കിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ പൊളിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മളതെല്ലാം ഒന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവോളയും കുറച്ച് ഉണ്ടമുളക് കേട്ടോ. ഈ ഉണ്ടമുളക് അധികം വലിപ്പമില്ലാന്ന് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ശോഷിച്ച ഉണ്ടമുളകാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഉണ്ടമുളക് ഒരു 3-4 എണ്ണം അങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് മാറാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ താളം അതിലേക്ക് തട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് മസാലയൊന്നും ഇടുന്നത് ഞാൻ ആ വീഡിയോയിൽ കണ്ടില്ല. ചുമ്മാ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ആ ഇരിക്കുന്ന പച്ചമുളക് മതി കേട്ടോ. പിന്നെ അതിൽ തേങ്ങ അങ്ങനെ കൊത്തായിട്ടാട്ടോ ഇട്ട് കൊടുത്തത്. നമ്മളിങ്ങനെ തേങ്ങ തിരുമ്മി ഇട്ട് കൊടുത്തു. കാരണം കുറച്ച് തേങ്ങ തിരുമ്മിയതിൻ്റെ ബാക്കി ഇരിക്കുന്നു. അതെന്തായാലും കൊത്തായിട്ട് ഇടാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതങ്ങ് തിരുമ്മി അങ്ങ് ചേർത്ത് കേട്ടോ. തിരുമ്മി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ താളം അതിലേക്ക് തട്ടിക്കൊടുത്താൽ മാത്രം മതി. ലേശം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അങ്ങ് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന ടൈമിന് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഇത് താള് വെച്ചിട്ട് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു റെസിപ്പി കാണുന്നത്. ഇതുപോലെ ഒരു മെഴുക്കുവരട്ടിയാക്കി എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളൊക്കെ ഇവിടെ തോരൻ വെച്ച് കഴിച്ചിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എടുക്കാവേ. അപ്പോൾ ഇതേ നമ്മൾ അടച്ച് വെച്ച് കൊടുത്തതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് നന്നാക്കി ഒന്ന് അടച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നോളും. പക്ഷേ ഞാൻ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് കിട്ടുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. മെഴുക്കുവരട്ടിക്കാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ. തോരനല്ല, മെഴുക്കുവരട്ടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.